മുത്തവാത്തിറായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൻസിലു റബ്ബുന തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈൽ. എല്ലാ രാത്രിയുടെയും അവസാനത്തെ മൂന്നാമത്തെ യാമം അവശേഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഇത് എല്ലാ രാത്രികളിലുമുണ്ട്, റമളാനിലുമുണ്ട്. എല്ലാ രാത്രികളിലുമുണ്ട്, റമളാനിലുമുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഫയഖൂലു ചോദിക്കുന്നത്, മൻ യദ്ഉനി ഫഅസ്തജീബു ലഹു. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. മൻ യസ്അലുനി ഫഉഅതിയഹു. എന്നോട് ചോദിക്കാൻ ആരുണ്ട്, അവർ ആവശ്യപ്പെടുന്നത് ഞാൻ അവർക്ക് നൽകാം. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു. എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ആരുണ്ട്, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം. നോക്കൂ നിങ്ങൾ, റമളാനിൻ്റെ ഒരു പ്രത്യേകത തന്നെ ദുആയുടെ മാസം കൂടിയാണല്ലോ റമളാൻ. നോമ്പുകാരൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അതേപോലെ തന്നെ നോമ്പുകാർക്ക് എല്ലാ രാവും പകലും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ റമളാനിൻ്റെ പ്രത്യേകത ഉണ്ടായിരിക്കെ തന്നെ എല്ലാ ദിവസവുമുള്ള ഒരു കാര്യമാണിത്. ആ ഒരു അവസരം എന്ന് പറയുന്നത് വളരെ വലിയൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ അത്താഴത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ധാരാളമായി ദുആ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഒന്നുകിൽ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തുക. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താഴത്തിൻ്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. അപ്പോൾ ആ സമയത്ത് ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുവാനും ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുക.